ഹായ്, എൻ്റെ പേര് സോജു സോളമൻ. ഞാൻ 1947 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അനന്തപുരി എൻ്റർപ്രൈസസ് കാക്കനാട് കൊച്ചി ബ്രാഞ്ചിൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് മാംഗോ സ്പൈസ് പാൻ ഫ്രൈഡ് ഫിഷ്. 1947 ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിൽ, ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി, ചോപ്പ് ചെയ്ത ഇഞ്ചി, തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തേങ്ങാക്കൊത്ത്, ചോപ്പ്ഡ് ഒണിയൻ, സ്ലൈസ് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളി, വറ്റൽമുളക് കട്ട് ചെയ്തത്, കറിവേപ്പില കട്ട് ചെയ്തത്, പച്ചമുളക് സ്ലൈസ് ചെയ്തത്, പച്ചമാങ്ങ ജൂലിയൻ കട്ട് ചെയ്തത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ. ഉപയോഗിക്കുന്ന ഫിഷ് നെയ്മീനാണ്. നെയ്മീൻ്റെ ഒരു സ്ലൈസ് പീസാണ്. ഇത് നമ്മൾ കുറച്ച് നാരങ്ങയും ഉപ്പും പെപ്പറും ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 1 hour വെച്ചിട്ടാണ് ഇതെടുക്കുന്നത്. പാനൊന്ന് ചൂടാതിന് ശേഷം ഫസ്റ്റ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കോക്കനട്ട് ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആ കൊത്തി കഴിഞ്ഞിട്ടുള്ള കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നു. ഇതൊന്ന് ജസ്റ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ ഗാർലിക്ക് ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നു. സ്ലൈസ് ചെയ്ത ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ചോപ്പ് ചെയ്ത ഒണിയൻ ഒന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് നേരം. ഇതിലേക്ക് കുറച്ച് സോൾട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോൾട്ട് ഇടുമ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടുവാനായിട്ട് സാധിക്കും. വീക്കെൻഡ് സ്പെഷ്യലായിട്ട് പല ഫുഡുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പല പരീക്ഷണങ്ങൾ ഇവിടെ പുതിയ പുതിയ ഡിഷുകൾ നമ്മൾ അതിൻ്റെ റെസിപ്പികൾ കണ്ടുപിടിച്ച് ഉണ്ടാക്കുന്ന ഫുഡ് നമ്മുടെ കൂടെ വയ്ക്കുന്ന എല്ലാ ടീമിനെയും പഠിപ്പിക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് റെസിപ്പി. അപ്പോൾ ഏകദേശം ഇത് വഴന്നു വന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇടുകയാണ്. ഈ മാങ്ങയുടെ ഫ്ലേവറാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ലൈറ്റായിട്ട് മുളക് പൊടി, ഇത് നമ്മൾ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ആടി കൊടുക്കുക മസാല കരിഞ്ഞു പോയിരിക്കാനായിട്ട്. ഈ 1947 ഇവിടെ ഉള്ളതുപോലെ തന്നെ നമുക്ക് മസ്കറ്റിലും ഉണ്ട്. മസ്കറ്റിൽ ഗോബ്ര എന്ന് പറയുന്ന സ്ഥലത്ത് 1947 പേരുള്ള റെസ്റ്റോറൻറ്റ് നമ്മുടെ തന്നെയുണ്ട്. അനന്തപുരിയാണ് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്. അത് മസ്കറ്റ് റൂവിലാണ് നിൽക്കുന്നത്. ഈ 2 റെസ്റ്റോറൻറ്റ്സിലും നമ്മൾ ഇവിടെ ചെയ്യുന്ന ഫുഡ് അവിടെയും കിട്ടും, അവിടെ ചെയ്യുന്ന ഫുഡ് ഇവിടെയും കിട്ടും. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഗ്രേവി ഒരു തേങ്ങാപ്പാലും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ഉപ്പ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സമ്പ്രദായമാണ്. കേരളത്തിലെ മികച്ച ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് തിരഞ്ഞെടുക്കുന്ന മനോരമ ഓൺലൈൻ ഗോൾഡൻ ക്ലോ എക്സലൻസ് അവാർഡ് 2026 നമുക്കാണത്. നമ്മുടെ 1947 റെസ്റ്റോറൻറ്റിനാണ് അത് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ ഒരു അവാർഡിന് ശേഷം നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിലെ ആ ഒരു തിരക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഗ്രേവി ഏകദേശം റെഡിയാണ്. നമ്മളിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നെയ്മീന് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ സ്ലോ ഫയറിൽ ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡിഷ് ഇതൊരു 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിഷ് 1947 നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്ന എൻട്രിയിൽ തന്നെ 1947 ഓഗസ്റ്റ് 15 സെൻട്രൽ ഹാളിൽ നടന്ന ഒരു സ്പീച്ച്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. ആ ഒരു കാലഘട്ടത്തിൽ അന്ന് നടന്ന ഒരു സ്പീച്ച്, അതിൻ്റെ വോയിസ് ഓവർ നമ്മൾ ഗസ്റ്റുകൾ കയറുന്ന എൻട്രൻസിൽ തന്നെ അത് കേൾക്കുവാനായിട്ട് സാധിക്കും. അത് കേൾക്കാൻ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ. പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മളൊരു മ്യൂസിയത്തിൽ പോകുന്ന പോലെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ചരിത്രം
ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് ആ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ആ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ഫോട്ടോസും ലെജൻസിൻ്റെ എല്ലാവരുടെയും ഫോട്ടോസും ആ ഒരു ചരിത്രം ഇതിനകത്ത് മൊത്തം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഈ കുക്കിംഗ് എന്ന് പറയുന്നത് പകുതി മുക്കാലും സ്നേഹമാണ്. നമ്മളൊരു സന്തോഷത്തിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത്. എല്ലാവരും വളരെ സ്നേഹിച്ചാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നല്ലൊരു ടീം വർക്ക് ഇവിടെയുണ്ട്. അന്ന് ആ ഒരു സ്നേഹത്തിൽ വർക്ക് ചെയ്ത് വരുമ്പോൾ ഫുഡിൻ്റെ എല്ലാം ടേസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അത് മാനേജ്മെൻറ്റിൻ്റെ ഒരു കഴിവാണ്. നമ്മുടെ ഡിഷ് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇതടുത്ത് നമ്മളൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ആ ഗ്രേവി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഗാർണിഷിനായിട്ട് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള കറിവേപ്പില ഇടുവാണ്. നമ്മളെ ജൂലിയൻ കട്ട് ചെയ്ത മാംഗോ ഗാർണിഷിനായിട്ട് നമ്മൾ സൈഡിൽ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ മാംഗോ സ്പൈസ് പാൻ ഫ്രൈഡ് ഫിഷ് റെഡിയായിരിക്കുകയാണ്.